عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പരിപൂർണമായി നമ്മെ കബൂലാക്കുമാറാകട്ടെ. നമ്മെയും നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയവരെയും ആദരവായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ പരിശുദ്ധമായ ലിഖാ കണ്ട് സന്തോഷിക്കുവാനുള്ള സൗഭാഗ്യം നാം ഏവർക്കും കാരുണ്യവാനായ തമ്പുരാൻ അവൻ്റെ ഔദാര്യമായി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ കുടുംബങ്ങൾ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ആജിലായ കാമിലായ താമായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്. ആ സ്വർഗത്തിൻ്റെ 8 വാതിലുകളിലൂടെയും മാടി വിളിക്കുന്ന ഒരു വ്യക്തിപ്രഭാവമെന്ന് പറയുന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർഗം നേടിയെടുക്കാൻ വളരെയധികം എളുപ്പമാണ്. മഹത്തുക്കൾ പറയുന്നു, ഒരുപാട് സൽക്കർമ്മങ്ങൾ അവർ അറിയാതെ തന്നെ അവരുടെ ഏടുകളിൽ ഭാരം തൂങ്ങുന്ന ഒരുപാട് സൽക്കർമ്മങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. പുരുഷന്മാരെ പോലെയല്ല ഒരുപാട് നമസ്കരിക്കണമെന്നോ അതുപോലെ തന്നെ ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യണമെന്നോ എന്നോ, അതൊക്കെയും ചെയ്യുന്നതിനൊക്കെയും പുണ്യമുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ അവരറിയാതെ അവരുടെ മീസാനിൽ ഭാരം തൂങ്ങുന്ന ഒരുപാട് വസ്തുതകളുണ്ട്, യാഥാർത്ഥ്യങ്ങളുണ്ട്. അതൊരു സ്ത്രീ തിരിച്ചറിയുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഒരു സ്ത്രീക്ക് സ്വർഗം നേടിയെടുക്കാൻ സാധിക്കും. ആദരവായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ, ഒരു പെണ്ണ് 5 നേരം നമസ്കരിക്കുകയും വസാമത്ത് ശഹ്റഹാ, പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുകയും ചെയ്തു. 5 നവകത്ത് നമസ്കാരം കൃത്യമായി അനുഷ്ഠിച്ചു. സുന്നത്തുകളല്ല ഇവിടെ ഫർദാണ് ഉദ്ദേശിക്കുന്നത്. ഫർദ് നമസ്കാരം അത് ബാങ്ക് വിളിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നിന്നും ബാങ്ക് വിളിക്കുമ്പോൾ കൃത്യമായിട്ടും അതായിട്ട് നമസ്കരിക്കുന്ന ഒരു പെണ്ണ്. അതുപോലെ തന്നെ വസാമത്ത് ശഹ്റഹാ, സുന്നത്ത് നോമ്പുകളല്ല, പരിശുദ്ധമായ റമളാൻ മാസത്തിലെ ഫർദായ നോമ്പുകൾ ആ പെണ്ണ് പിടിക്കുന്നു. അങ്ങനെയുള്ളതായ ഒരു സ്ത്രീ, അതുപോലെ തന്നെ ഹസ്സനത്ത് ഫർജഹാ, അവളുടെ ഗുഹ്യാവയവങ്ങൾ അതുപോലെ തന്നെ അവളുടെ ഫർജകൾ സൂക്ഷിക്കുന്ന ഒരു പെണ്ണ്. വതഅത്ത് സൗജഹാ, അവളുടെ ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണ്. അവളുടെ ഭർത്താവ് എന്താണോ കൽപ്പിക്കുന്നത്, അള്ളാഹുവിൻ്റെ ശരീഅത്തിൻ്റെ നിയമങ്ങൾക്കെതിര് വരാത്ത ഏതൊരു കാര്യത്തിനും തിന്മയല്ലാത്ത ഏതൊരു കാര്യവും, ഭർത്താവ് പറയുന്ന ഏതൊരു കാര്യവും അനുസരിക്കുന്ന പെണ്ണാണോ, അങ്ങനെയുള്ള പെണ്ണുങ്ങൾക്ക് ഖീല ലഹാ ഉദ്ഖിലിൽ ജന്ന, അവളോട് പറയപ്പെടും, നീ സ്വർഗത്തിൽ പ്രവേശിക്കൂ പെണ്ണേ. തുച്ഛമായ സൽക്കർമ്മങ്ങൾ കൊണ്ട് മാത്രം ഉന്നതമായ സ്വർഗം കരസ്ഥമാക്കാൻ സാധിക്കും. മിന്നയ്യി അബ്വാബിൽ ജന്നതി ശഅതി, ഈ സ്വർഗത്തിൻ്റെ കവാടങ്ങളിൽ നിന്നും നിനക്കിഷ്ടപ്പെട്ട ഏത് കവാടത്തിലൂടെ വേണമെങ്കിലും സ്വർഗീയമായ ആരാമങ്ങളിൽ നിനക്ക് കടന്നു പോകാമെന്നൊരു പെണ്ണിനോട് കൽപ്പിക്കുമെങ്കിൽ, അള്ളാഹുവിൻ്റെ മാലാഖമാർ സ്വാഗതം ചെയ്യുമെങ്കിൽ, ആ സ്വർഗീയമായ ലോകത്തിലേക്ക് ആനയിക്കുമെങ്കിൽ ആ പെണ്ണിനുള്ള സൗഭാഗ്യം എത്രത്തോളം വലുതാണ്. പ്രവാചകർ, സ്ത്രീ വിമോചകനായ പ്രവാചകർ, കുഴിച്ചു മൂടപ്പെട്ട സ്ത്രീത്വത്തിൻ്റെ പുനരുദ്ധാരകനായ നബി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുഴിച്ചു മൂടപ്പെടുന്ന പെൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ ആ പെൺകുട്ടിയെ ക്രൂരമായിട്ടും കൊല ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ
ആ കുഴിമാടത്തിൽ നിന്നും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയുടെ കൈപിടിച്ചുയർത്തിക്കൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഇവൾ കുഴിച്ചു മൂടപ്പെടേണ്ടവളല്ല, ഇവൾ തന്നെയാകുന്നു മകൾ, ഇവൾ തന്നെയാകുന്നു സഹോദരി, ഇവൾ തന്നെയാകുന്നു സഹധർമ്മിണി, ഇവൾ തന്നെയാകുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇവൾ തന്നെയാകുന്നു മാതാവ്, ഇവൾ തന്നെയാകുന്നു എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമകൾ ഫാത്തിമത്തു സഹ്റ ബത്തൂൽ, ഫാത്തിമത്ത് ഖിത്അത്ത് ഖബദി, ഫാത്തിമ എൻ്റെ കരുൾ, എൻ്റെ കഷ്ടമാണെന്ന് ഏതൊരു ഫാത്തിമയെക്കുറിച്ച് പറഞ്ഞോ, ആ എൻ്റെ പൊന്നുമോളോടൊപ്പം സ്വർഗത്തിൻ്റെ അത്തുന്ന സോപാനങ്ങളിൽ വിരാജിക്കേണ്ടവൾ ഇവൾ തന്നെയാകുന്നു. പ്രവാചകർ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയുടെ കൈപിടിച്ചുയർത്തിയതായ ആ പ്രവാചകർ സ്ത്രീകൾക്ക് നൽകിയത് എത്രത്തോളം വലിയ മഹോന്നതമായ സ്ഥാനമാകുന്നു, എത്രത്തോളം വലിയ സ്ഥാനമാകുന്നു. അവർ ഗർഭം ധരിക്കുമ്പോൾ തന്നെ തുടങ്ങുന്ന അവർക്കുള്ള സവാബ, ഗർഭം ധരിക്കുമ്പോഴുള്ള ഭാരത്തിനൊക്കെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുന്ന സവാബ്, അതുപോലെ തന്നെ പ്രസവവേദന സഹിച്ചുകൊണ്ട് പ്രസവിക്കുമ്പോഴുള്ള സവാബ്, പ്രതിഫലം, അതുപോലെ തന്നെ തൻ്റെ കുഞ്ഞുമകൾ അല്ലെങ്കിൽ കുഞ്ഞുമകന് പാല് കൊടുക്കുമ്പോൾ ഓരോ തുള്ളിക്കും അവൾക്ക് എഴുതപ്പെടുന്നതായ വണ്ണമായ പ്രതിഫലങ്ങൾ എത്രത്തോളം വലുതാണെന്ന് ആദരവായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു. അതുകൊണ്ടാകുന്ന ശരീഅത്തിൻ്റെ പ്രധാനപ്പെട്ട നിയമങ്ങൾ അനുസരിക്കൽ ഫർളായതായ അഹ്കാമു ശർഇയ്യായ വിധികൾ അനുസരിച്ച് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നമസ്കാരം കൃത്യസമയത്ത് നമസ്കരിക്കുകയും, അതുപോലെ ഫർളായ നോമ്പ് ഖളാ വീട്ടേണ്ട നോമ്പുകൾ ഖളാ വീട്ടുകയും ചെയ്തുകൊണ്ട് റമളാനിലെ നോമ്പ് പൂർത്തിയാക്കുകയും ചെയ്ത പെണ്ണ്, അതുപോലെ തന്നെ ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ ഗുഹ്യസ്ഥാനം സൂക്ഷിച്ച പെണ്ണെ അത് പെണ്ണാണ്, ആ പെണ്ണിനോടാണ് പറയുന്നത്. അതുപോലെ ഭർത്താവിനെ അനുസരിക്കുന്നതായ പെണ്ണെ അത് പെണ്ണാണ്. ഹറാമായ കാര്യത്തിലല്ല ഹലാലായ കാര്യങ്ങൾ ഭർത്താവിനെ അനുസരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന പെണ്ണാതാണ്. ആ പെണ്ണിനോടാകുന്നു പറയപ്പെടുന്നത് ഖീല ലഹാ ഉദ്ഖിലി അൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂ. എങ്ങനെയുള്ള സ്വർഗത്തിലേക്ക്? ആരാമങ്ങളുള്ള അടിവാരങ്ങളിലൂടെ, ആരാമങ്ങൾ ഒഴുകുന്ന, ആ അരുവികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങളിൽ പ്രവേശിച്ചോളൂ. മിൻ ഐ ബാബുവാബിൽ ജന്നതി ശഅതി, ഉദ്ദേശിച്ചതായ വാതിലൂടെ. അപ്പോൾ ഇതിനുള്ള സൗഭാഗ്യം ഒരു പെണ്ണിന് ലഭിക്കണമെങ്കിൽ ആ പെണ്ണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, വെറും എണ്ണപ്പെട്ടതായ തുച്ഛമായ കാര്യങ്ങൾ: നമസ്കരിക്കുക കൃത്യസമയത്ത്, നോമ്പ് പിടിക്കുക, ഭർത്താവിനെ അനുസരിക്കുക, ഗുഹ്യസ്ഥാനം സൂക്ഷിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിപൂർണമായും നമ്മുടെ ഭാര്യമാരെയും സഹോദരിമാരെയും മാതാപിതാക്കളെയും ഉന്നതമായ സ്ഥാനമാനങ്ങൾ അല്ലാഹു നൽകി അനുഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോടൊപ്പം സ്വർഗപ്രവേശനം ലഭിക്കുന്ന ആ ഭാഗ്യശാലികൾ നമ്മുടെ മാതാപിതാക്കളെയും സഹോദരിമാരെയും സഹോദരിമണിമാരെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.